സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സബ്സിഡിയറി ബുക്സിലെ സബ്സിഡിയറി ബുക്കിലെ ക്യാഷ് ബുക്കിനെ കുറിച്ച് അതുപോലെ പെറ്റി ക്യാഷ് ബുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, എന്താണ് പർച്ചേസ് ബുക്ക്, എന്താണ് സെയിൽസ് ബുക്ക്, എങ്ങനെ ഇവ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്താണ്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പർച്ചേസ് ബുക്കിനെ കുറിച്ച് നോക്കാം. എന്താണ് പർച്ചേസ് ബുക്ക്? ഓക്കെ, നമുക്കറിയാം പർച്ചേസ് അക്കൗണ്ടിനെ കുറിച്ച് നമുക്കറിയാം. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പർച്ചേസ് അക്കൗണ്ടിൽ എല്ലാ പർച്ചേസ് ഐറ്റംസും, പർച്ചേസുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ പർച്ചേസ് അക്കൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, ജനറൽ എൻട്രിയുടെ ക്ലാസിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ പർച്ചേസ് എന്ന എൻറ്റിറ്റി വരുന്ന എൻട്രി വരുന്ന എല്ലാ സാധനങ്ങളും പർച്ചേസ് അക്കൗണ്ടിലുണ്ട്. ഓക്കെ, എന്നാൽ പർച്ചേസ് ബുക്ക് ഇത് നല്ല ഡിഫറെന്റ് ആണ്. ഇതൊരു അക്കൗണ്ട് ഒന്നുമല്ല, ഇതിന്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഒന്നുമില്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സബ്സിഡിയറി ബുക്സ് അക്കൗണ്ടുകളല്ല, സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ പർച്ചേസ് ബുക്കിൽ ഉണ്ടാവുന്നത്, പർച്ചേസ് ബുക്കിൽ എന്ത് രേഖപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിലെ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നടക്കുന്ന ക്രെഡിറ്റ് പർച്ചേസുകളെ രേഖപ്പെടുത്താം. ആരിൽ നിന്നെല്ലാം നമ്മൾ എത്രയൊക്കെ തുകയുടെ ക്രെഡിറ്റ് പർച്ചേസുകൾ നടത്തിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ബുക്കാണ് പർച്ചേസ് ബുക്ക്. ഓക്കെ, അപ്പൊ ഈ വിവരം നമുക്കൊരു അക്കൗണ്ടിൽ നിന്ന് ലഭ്യമല്ല. കാരണം പർച്ചേസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് പർച്ചേസുകളും ക്യാഷ് പർച്ചേസുകളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ പർച്ചേസ് ബുക്കിൽ ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ക്രെഡിറ്റ് പർച്ചേസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ആരിൽ നിന്നെല്ലാം എത്രയൊക്കെ തുകയുടെ സാധനങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്, എത്ര രൂപ വീതം ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കാനുണ്ട് എന്ന നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ലിസ്റ്റാണ് എവിടെ ഉണ്ടാവുന്നത്? പർച്ചേസ് ബുക്കിൽ ഉണ്ടാവുന്നത് ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റാണ്. ഓക്കെ, ഓരോ ആളിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ എന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്, ഓരോരുത്തർക്കും നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട്, അങ്ങനെ ആകെ ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ള ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ്, ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് പർച്ചേസ്, ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ് പർച്ചേസ് ബുക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അപ്പൊ നമുക്കൊരു വിവരം വേണം, നമ്മൾ എത്ര രൂപ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട്, പർച്ചേസ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. ആർക്കൊക്കെയാണ്, ആരിൽ നിന്നൊക്കെയാണ് നമ്മൾ എത്ര ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുള്ളത്, പർച്ചേസ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ആകെ എത്ര രൂപ നമ്മൾ കൊടുക്കാനുണ്ട്, എന്നൊക്കെയാണ് നമ്മൾ നടത്തിയത്. അങ്ങനെ ക്രെഡിറ്റ് പർച്ചേസുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന പർച്ചേസ് ബുക്ക്. ഓക്കെ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി സെയിൽസ് ബുക്കിനെ കുറിച്ച് പറയാം. സെയിൽസ് ബുക്കിനെ കുറിച്ച് പറയാം. സെയിൽസ് ബുക്ക്, ഈ സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്, നമ്മൾ പർച്ചേസ് ബുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. പർച്ചേസ് ബുക്ക് നമുക്കറിയാം ക്രെഡിറ്റ് പർച്ചേസുകളാണ് പർച്ചേസ് ബുക്കിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മുടെ സെയിൽസ് ബുക്ക് ക്രെഡിറ്റ് സെയിൽസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, ഒരു പ്രത്യേക പീരീഡിൽ ഈ നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി നടത്തിയിട്ടുള്ള കടത്തിനുള്ള വിൽപ്പനകൾ എന്തൊക്കെയാണ്, കടത്തിന് എത്ര രൂപ വിറ്റിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറ്റുബുക്ക് എന്ന് പറയുന്നില്ലേ, എന്റെ കടയിൽ ഒരു പറ്റുബുക്ക് ഉണ്ട് എന്ന് പറയുന്നില്ലേ. അപ്പൊ ഓരോ കടക്കാരൻ കടത്തിന് വിൽക്കുന്ന സാധനങ്ങളെല്ലാം ആർക്കൊക്കെ എത്ര രൂപയ്ക്ക് കടത്തിന് വിറ്റു എന്ന ആളുകളുടെ പേര് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി വെക്കും നോർമൽ കൗൺസിൽ. അതാണ് യഥാർത്ഥത്തിലുള്ള സെയിൽസ് ബുക്ക്. അപ്പൊ സെയിൽസ് ബുക്ക് കടത്തിന് നടന്ന വിൽപ്പനകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. കടത്തിന് നടന്ന വിൽപ്പനകളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. എത്ര രൂപയുടെ സാധനങ്ങൾ ആർക്കെല്ലാം നമ്മൾ കടത്തിന് വിറ്റു. അപ്പൊ പർച്ചേസ് ബുക്കിലും ഈ സെയിൽസ് ബുക്കിലും കുറെ ആളുകളുടെ പേരുകളാണ് ഉണ്ടാവുക, കുറെ സ്ഥാപനങ്ങളുടെ പേരുകളാണ് ഉണ്ടാവുക. ആളുകളിൽ നിന്നാണ് വന്നെങ്കിൽ ആളുകളുടെ പേരാണ് ഉണ്ടാവുക. നമ്മൾ സ്ഥാപനങ്ങളിൽ നിന്നാണ് കടം വാങ്ങുന്നെങ്കിൽ സ്ഥാപനങ്ങളുടെ പേരാണ് ഉണ്ടാവുക. നോർമലി പർച്ചേസ് ബുക്കിൽ കുറെ സ്ഥാപനങ്ങളുടെ പേരും, നോർമൽ സെൻസിൽ സെയിൽസ് ബുക്കിൽ കുറെ ആളുകളുടെ പേരുമാണ് ഉണ്ടാവുക. കാരണം വലിയ വലിയ ഹോൾസെയിൽ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ആളുകൾക്ക് വിൽക്കുന്ന കടയാണ്, ബിസിനസ് ആണ് നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പൊ രണ്ടിലും കടവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. പർച്ചേസ് ബുക്കിൽ നമ്മൾ എവിടെ നിന്നെല്ലാം എത്ര രൂപയുടെ സാധനങ്ങൾ എന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്, ആർക്കൊക്കെ നമ്മൾ പണം കൊടുക്കാനുണ്ട് എന്നതാണ് ഉള്ളതെങ്കിൽ, സെയിൽസ് ബുക്കിൽ ആർക്കെല്ലാം നമ്മൾ എന്നെല്ലാം എത്ര രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വിറ്റിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസ് ആണ് എവിടെ ഉണ്ടാകുന്നത്, നമ്മുടെ സെയിൽസ് ബുക്കിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ പർച്ചേസ് ബുക്ക് ക്രെഡിറ്റ് പർച്ചേസുകളെ ഡീൽ ചെയ്യുന്ന ബുക്കാണ്. സെയിൽസ് ബുക്ക് ക്രെഡിറ്റ് സെയിലുകളെ ഡീൽ ചെയ്യുന്ന ബുക്കാണ്.
സെയിൽസ് ക്രെഡിറ്റ് സെയിലുകളുമായി ബന്ധപ്പെട്ട ബുക്കാണ്. ഇത് നമ്മൾ ഒറ്റ ബുക്ക് എന്ന് വിളിക്കാം. ഓക്കെ, ആരൊക്കെ നമ്മുടെ അടുത്ത് സാധനങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് നോക്കാൻ സെയിൽസ് ബുക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അയാളുടെ പേരും ഡേറ്റും വിവരങ്ങളടക്കം നടന്ന ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ക്രെഡിറ്റ് സെയിൽസ് ട്രാൻസാക്ഷൻസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. ഓക്കെ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും നമ്മുടെ ക്യാഷ് ബുക്കിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് അല്ല. ഇത് രണ്ടും നമ്മുടെ ക്യാഷ് ബുക്കിൽ ക്യാഷ് ഇല്ല. രണ്ടിൽ ക്രെഡിറ്റ് പർച്ചേസിലും ക്യാഷ് ഇല്ല, ക്രെഡിറ്റ് സെയിലും ക്യാഷ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവ എവിടെ ഉൾപ്പെടുന്ന ഐറ്റം അല്ല, നമ്മുടെ ക്യാഷ് ബുക്കിൽ ഉൾപ്പെടുന്ന ഐറ്റം അല്ല. ഓക്കെ, സോ പർച്ചേസ് ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവും. ക്രെഡിറ്റ് സെയിൽസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എവിടെ ഉണ്ടാവും? സെയിൽസ് ബുക്കിൽ ഉണ്ടാവും. ഇനി നമുക്ക് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. ഓക്കെ, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. പർച്ചേസ് റിട്ടേൺസ് ബുക്കില് നമ്മൾ കടം വാങ്ങിയ സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് കടം വാങ്ങിയത് പർച്ചേസ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ കടം വാങ്ങിയ സാധനങ്ങളിൽ നിന്ന് എത്ര സാധനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്? അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. ഓക്കെ, അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. കടം വാങ്ങിയ സാധനങ്ങളുടെ റിട്ടേൺസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. കടം വാങ്ങിയ സാധനങ്ങളുടെ റിട്ടേൺസ് ആണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. കടം വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ് ബുക്കില് കടത്തിന് വിറ്റ സാധനങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലാണ് രേഖപ്പെടുത്തുന്നത്. കടത്തിന് വിറ്റ സാധനങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലാണ് സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഈ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പർച്ചേസ് റിട്ടേൺ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിന്റെ പേര് ഡെബിറ്റ് നോട്ട് എന്നാണ്. പർച്ചേസ് റിട്ടേൺ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ പേര് ഡെബിറ്റ് നോട്ട് എന്നാണ്. പർച്ചേസ് റിട്ടേൺ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ പേര് ഡെബിറ്റ് നോട്ട് എന്നും. സെയിൽസ് റിട്ടേൺ ഉണ്ടാകുമ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടതല്ല, പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കുമായി ബന്ധപ്പെട്ടതല്ല. എന്നാൽ സെയിൽസ് റിട്ടേൺ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പേര് ക്രെഡിറ്റ് നോട്ട് എന്നാണ്. ഓക്കെ, ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. അപ്പോ പർച്ചേസ് ബുക്ക് ക്രെഡിറ്റ് പർച്ചേസുകൾ രേഖപ്പെടുത്തുന്നു, സെയിൽസ് ബുക്ക് ക്രെഡിറ്റ് സെയിലുകൾ രേഖപ്പെടുത്തുന്നു, പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ക്രെഡിറ്റ് പർച്ചേസുകളുടെ റിട്ടേൺ രേഖപ്പെടുത്തുന്നു, സെയിൽസ് റിട്ടേൺ ബുക്ക് ക്രെഡിറ്റ് സെയിലുകളുടെ റിട്ടേൺ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പഠിക്കാനുള്ള സബ്സിഡിയറി ജേണൽ പ്രോപ്പർ. ഓക്കെ, ജേണൽ പ്രോപ്പർ നേരത്തെ പറഞ്ഞ അതേഴ്സ് എന്ന് പറയുന്ന ഒരു കോളത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പെറ്റി ക്യാഷ് ബുക്കുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുക്കുകളുണ്ട്. ക്യാഷ് ബുക്ക് ഉണ്ട്, പർച്ചേസ് ബുക്ക് ഉണ്ട്, സെയിൽസ് ബുക്ക് ഉണ്ട്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഉണ്ട്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഉണ്ട്. ഇതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാതെ മാറി നിൽക്കുന്ന ജേണൽ എൻട്രികളെയാണ് നമ്മൾ എവിടെ ഉൾപ്പെടുത്തുന്നത്? ജേണൽ പ്രോപ്പറിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റാതെ മാറി നിൽക്കുന്ന ജേണൽ എൻട്രികളാണ് ജേണൽ പ്രോപ്പറുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ബിൽഡിംഗ് എന്നാണ് വിചാരിക്കുക. ആ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആ ജേണൽ എൻട്രി ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ക്യാഷ് ബുക്കിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. പർച്ചേസ് അല്ലാതെ, സെയിൽസ് അല്ലാതെ, സെയിൽസ് റിട്ടേൺ അല്ലാതെ, പർച്ചേസ് റിട്ടേണും അല്ല. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന സബ്സിഡിയറി ബുക്കുകളിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ജേണൽ എൻട്രികളാണ് ജേണൽ പ്രോപ്പറുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ജേണൽ പ്രോപ്പറുകളുമായി ബന്ധപ്പെട്ട് തിയററ്റിക്കലായിട്ട് പറയുന്നത്. ഓരോന്നിനും ഓരോന്നിന്റെ ക്യാഷ് ബുക്ക് കൂടിയുണ്ട്. ക്യാഷ് ബുക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കാര്യമായിട്ട് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട സബ്സിഡിയറി ലെഡ്ജർ ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിനെ കുറിച്ച് പ്രിപ്പറേഷനെ കുറിച്ച് ഉള്ള ക്ലാസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ കാണാം. ഇത്രയും സബ്സിഡിയറി ബുക്കുകളിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ജേണൽ പ്രോപ്പർ. ഓക്കെ, ഇനി എങ്ങനെ പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം നമ്മൾ പർച്ചേസ് ബുക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് പർച്ചേസ് ബുക്ക് ആണത്. പർച്ചേസ് ബുക്കിന്റെ ഫോർമാറ്റ് ആണ്. ഒരു ഡേറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇൻവോയ്സ് നമ്പർ ആണ്. പർച്ചേസ് നടക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ഇൻവോയ്സ് നമ്പർ ആണ്. പർച്ചേസിന് സെയിൽസിന് ഇൻവോയ്സ് നമ്പർ ആണ് എഴുതുക. ആ പെർട്ടിക്കുലർ പർച്ചേസ് നടന്നതിന്റെ രേഖയിലെ നമ്പറാണ്. ആ പെർട്ടിക്കുലർ പർച്ചേസ് നടന്നപ്പോ ഒരു രേഖയുണ്ട്. ആ രേഖയുടെ നമ്പറാണ് നമുക്ക്, അതിന്റെ സോഴ്സ് ഡോക്യുമെന്റിന്റെ നമ്പറാണ് ചോദിക്കുന്നത്. ഇവിടെ പെർട്ടിക്കുലേഴ്സ് ആണ്.
പെർട്ടിക്കുലേഴ്സ് ഓഫ് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഡീറ്റെയിൽസ് എഴുതാം. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു കോളം വേണമെങ്കിൽ കൊടുക്കാം. എമൗണ്ട് കോളം, ഇതിന്റെ ലെഡ്ജർ ഫോളിയോ, ഇത്രയാണ്. ഡീറ്റെയിൽസ് വേണമെന്നില്ല. ലെഡ്ജർ ഫോളിയോ എമൗണ്ട് കോളവും മാത്രമാണ്. ഓക്കെ. അപ്പൊ ഈ ഇത്രയും നമ്മുടെ XYZ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഇത്രയും സാധനങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. 10 ബാഗ് ഷുഗർ 700 രൂപ വെച്ച്, 25 ബാഗ് റൈസ് 1000 രൂപ വെച്ച്, 5 ബാഗ് വീറ്റ് 2000 രൂപ വെച്ച്, ഇത്രയും സാധനങ്ങൾ നമ്മൾ 10% ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു 10% ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. കടമാണല്ലോ, അപ്പോ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ക്യാഷ് ഡിസ്കൗണ്ട് അല്ല, അത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നടന്ന ഒരു കാര്യം. ഇതിനെ നമ്മൾ പർച്ചേസ് ബുക്കിലേക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. പർച്ചേസ് ബുക്കിലേക്ക് എഴുതുന്നത് ആദ്യം കസ്റ്റമറുടെ പേര് എഴുതി വെക്കാം. കസ്റ്റമറുടെ പേര്. ഓക്കെ. കസ്റ്റമറുടെ പേര്. ഇപ്പൊ നടന്ന കാര്യങ്ങൾ ഇതാണ്. XYZ ൽ നിന്ന് 10 bags of sugar 700, 25 bags of rice 1000, 5 bags of wheat 2000. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. കടമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ എഴുതാവുള്ളൂ, മറക്കരുത്. അതുപോലെ പർച്ചേസ് ആണെങ്കിൽ എഴുതാവുള്ളൂ. പർച്ചേസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അസറ്റ് വാങ്ങിയാൽ എഴുതരുത്. ഓക്കെ. നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങൾ മാത്രമേ എഴുതുള്ളൂ പർച്ചേസ് ബുക്കിൽ. വിൽക്കാൻ വേണ്ടി വാങ്ങിയ പർച്ചേസ് എന്ന ബേസിക് അക്കൗണ്ടിംഗ് ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പർച്ചേസ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് തന്നെ സ്റ്റോക്കിന്റെ ഗുഡ്സിന്റെ പർച്ചേസ് ആണ്. ഗുഡ്സ് എന്ന് പറയുന്നത് ബൈങ് ഫോർ റീസെയിൽ ആണ്. റീസെയിലിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബിൽഡിംഗ് വാങ്ങിയത് കടത്തിനാണെങ്കിൽ പോലും എഴുതില്ല, ലാൻഡ് വാങ്ങിയത് കടത്തിനാണെങ്കിലും എഴുതില്ല. കാരണം അതൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിലോ ഒക്കെ എഴുതുന്നു, ഇല്ല ജേണൽ പ്രോപ്പറിലോ നമ്മൾ എഴുതും. ഓക്കെ. അപ്പോ പർച്ചേസ് ചെയ്തത് ഗുഡ്സ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. സോ ഇതെങ്ങനെ പോസ്റ്റിംഗ് നോക്കാം. നമുക്ക് XYZ എന്നാണ് നമ്മുടെ കസ്റ്റമറുടെ പേര്. XYZ എന്ന് എഴുതി വെക്കും. ഓക്കെ. എന്നിട്ട് ഇതിന്റെ ടോട്ടൽ അവിടേക്ക് എഴുതിയാലും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പർച്ചേസ് ബുക്കിന്റെ ഒരു സ്റ്റാൻഡേർഡ് തന്നെ പർച്ചേസ് ബുക്ക് ഉണ്ടാക്കുന്നു. പർച്ചേസ് ബുക്കില് XYZ എന്നാണ് കസ്റ്റമറുടെ പേര് ഏറ്റവും മുകളിൽ എഴുതി വെക്കാം. ഓക്കെ. എന്നിട്ട് വാങ്ങിയ സാധനത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക. 10 bags of sugar അല്ലെ into 700. ഓക്കെ. അപ്പോ 7000 രൂപ 10 ബാഗ് ഷുഗർ വാങ്ങിയിട്ടുണ്ട്. 25 into 25 ബാഗ് റൈസ് ആണ്. ബാഗ് റൈസ് into 1000 അല്ലെ 25,000. ഓക്കെ. അടുത്തത് 5 ബാഗ് വീറ്റ് ആണ്. വീറ്റ് into 2000. അപ്പൊ 10,000. ഓക്കെ. 10,000. ഇത്രയുമാണ് പർച്ചേസ് നടത്തിയത്. 10 ബാഗ് ഷുഗർ 7000 രൂപ, 25 ബാഗ് റൈസ് 25,000, 5 ബാഗ് വീറ്റ് 2000 വെച്ചിട്ട് 10,000. അങ്ങനെ ആകെ 42,000 പർച്ചേസ് ആണ് ആകെ നടത്തിയത്. ഇപ്പൊ ഇതിന്റെ ടോട്ടൽ എന്നുള്ളത് ഇതൊക്കെ ഡീറ്റെയിൽസ് പോലെയാണ് ഞാൻ എഴുതിയത്. 42,000 ആണ് ഇതിന്റെ ടോട്ടൽ. ഓക്കെ. നമുക്ക് 10% ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോ 10% ട്രേഡ് ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ മതി. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട്. 42,000ന്റെ 10% എന്ന് പറയുന്നത് 42,000 into 10 500 4200 രൂപയാണ് ട്രേഡ് ഡിസ്കൗണ്ട്. 4200 രൂപയാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ നേരിട്ട് ഇത് 42,000 ടോട്ടലിലേക്ക് എഴുതിക്കൂട. ഇവിടെ 42,000 നിന്ന് 4,200 കുറച്ചാല് അറിയാലോ 37,800 വരും. 37,800 നമ്മൾ ഓർത്തിരിക്കുക. 37,800. ഓക്കെ. ഇങ്ങനെയാണ്. ഇനിയിപ്പോ അടുത്ത ആള് ഇതേപോലെ വേറെ ആൾക്ക് പർച്ചേസ് ഉണ്ടാവും. അത് അടുത്ത ആള്. അടുത്തത് ABC എന്ന് പറയുന്ന കമ്പനി നിന്നാണെങ്കിൽ ABC എന്ന് പറയുന്ന കമ്പനി നേരിട്ട് അടുത്ത ആളുടെ ഡീറ്റെയിൽസ് താഴേക്ക് എഴുതും. ഓക്കെ. എന്നിട്ട് ഇതിന്റെ ടോട്ടൽ എടുക്കുക. ഇങ്ങനെ ഇതിന്റെ ടോട്ടൽ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ അതിന്റെയൊക്കെ ടോട്ടൽ എടുക്കുക. അവസാനം ഇതിന്റെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടോട്ടലിന്റെ ടോട്ടൽ ഞാൻ ഒറ്റ സൈഡിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ ടോട്ടൽ 337,700 തന്നെയാണ്. നിങ്ങൾക്ക് പുതിയ പിന്നെ വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ താഴേക്ക് എഴുതിയിട്ട് നിങ്ങൾ ഇതിന്റെ ടോട്ടൽ എടുത്തോളൂ. അപ്പൊ പർച്ചേസ് ബുക്കിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. പർച്ചേസ് ബുക്കിന്റെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഓക്കെ. ഇങ്ങനെയാണ് പർച്ചേസ് ബുക്ക് പറയുന്നത്.
ഓക്കെ, പർച്ചേസ് ബുക്കിൽ ഇവിടെ ഡേറ്റിന്റെ ഇൻവോയ്സ് എമൗണ്ട് പർട്ടിക്കുലേഴ്സിന്റെ ഡീറ്റെയിൽസ് കോളം ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസ് കോളം വെച്ചതാണ് ഒരു എമൗണ്ട് കോളം. ഓക്കെ, എങ്ങനെയാണ് ഓരോന്നും രേഖപ്പെടുത്തിയത്? ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ടുകൾ കുറച്ചിട്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ഓക്കെ, കുഴപ്പമില്ല. ഇതുപോലെ തന്നെയാണ് സെയിൽസ് ബുക്കും രേഖപ്പെടുത്തുന്നത്. സെയിൽസ് ബുക്ക് എനിക്ക് വേറെ പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. സെയിൽസ് ബുക്കും ഇങ്ങനെ തന്നെയാണ്. ഇത് പർച്ചേസിന്റെ സ്ഥലത്ത് എന്ത് വരുന്നു മാത്രം? സെയിൽസ് ബുക്ക് വരും എന്ന് മാത്രമേ. പർച്ചേസിന്റെ സ്ഥലത്ത് സെയിൽസ് ബുക്ക് വരും എന്ന് മാത്രമേ. ഓക്കെ, സെയിം ഒരുപോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പർച്ചേസിന്റെ സ്ഥലത്ത് അവിടെ സെയിൽസ് ബുക്ക് സെയിൽസ് വരുന്നു മാത്രം. സെയിം മെത്തേഡ് തന്നെയാണ് സെയിൽസ് ബുക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പർച്ചേസ് റിട്ടേൺസ് ബുക്കും സെയിൽസ് റിട്ടേൺസ് ബുക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഇൻവോയ്സ് നമ്പർ മാറും. ഇവിടെ നമ്മള് സെയിൽസ് റിട്ടേൺസ് ബുക്ക് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ക്രെഡിറ്റ് നോട്ട് നമ്പറും, പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെബിറ്റ് നോട്ട് നമ്പറും. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രിപ്പറേഷൻസ് ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഒന്നുകൂടി നോക്കുക. പർച്ചേസ് ബുക്കിൽ എന്താണ് പറയുന്നത് നോക്കുക? ക്രെഡിറ്റ് പർച്ചേസുകളാണ്. സെയിൽസ് ബുക്കില് ക്രെഡിറ്റ് സെയിലുകളാണ്. പർച്ചേസ് റിട്ടേൺസ് ബുക്കില് ക്രെഡിറ്റ് പർച്ചേസുകളുടെ റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ ബുക്കില് നമ്മൾ ക്രെഡിറ്റിന് വിറ്റ സാധനങ്ങൾ തിരിച്ചു വന്നതാണ് എഴുതുന്നത്. പ്രിപ്പറേഷന്റെ സമയത്ത് എല്ലാം ഫോളോ ചെയ്യുന്നത് ഇതേ മെത്തേഡ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. എല്ലാ ബുക്കുകളും ഇതുപോലെ എന്തൊക്കെയാണ് വിറ്റത്, എന്തൊക്കെയാണ് വാങ്ങിയതനുസരിച്ച് ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ചേഞ്ച് വരുന്നത് സെയിൽസ് റിട്ടേൺ ബുക്ക് ആണെങ്കിൽ ഇവിടെ ഇൻവോയ്സ് അല്ല ഉണ്ടാവുക, ക്രെഡിറ്റ് നോട്ടാണ്. സെയിൽസ് റിട്ടേൺ ബുക്ക് ആണെങ്കിൽ ഇവിടെ ഇൻവോയ്സ് അല്ല ഉണ്ടാവുക, ക്രെഡിറ്റ് നോട്ടാണ് അല്ലെ. പർച്ചേസ് റിട്ടേൺ ബുക്ക് ആണെങ്കിൽ അവിടെ ഡെബിറ്റ് നോട്ടാണ്. കാരണം പർച്ചേസ് റിട്ടേൺ ഉണ്ടാവുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ പേര് ഡെബിറ്റ് നോട്ട് ആണെന്നാണ്. സെയിൽസ് റിട്ടേൺ ഉണ്ടാവുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ പേര് ക്രെഡിറ്റ് നോട്ടാണ്. അതുകൊണ്ട് ആ ഡോക്യുമെന്റിന്റെ നമ്പറാണ് ഇവിടെ എഴുതുക. വേറെ കാര്യങ്ങളിലൊന്നും വ്യത്യാസം ഇല്ല. ഓക്കെ, ഇങ്ങനെയാണ് നോർമലി ഒരു സിമ്പിൾ ആയിട്ടുള്ള പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിന്റെ അടിയിലേക്ക് ഇനിയും ഒരുപാട് സപ്ലൈസിന്റെ പേരുണ്ടാവും, ഒരുപാട് പർച്ചേസുകൾ ഉണ്ടാവും. താഴെ എഴുതിക്കൊള്ളുക. പർച്ചേസ് ബുക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. സെയിൽസ് ബുക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, ഇത്രയുമാണ് പർച്ചേസ് ബുക്കുകളും സബ്സിഡിയറി ലെഡ്ജേഴ്സുമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. നമുക്ക് പലപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങി നമ്മളൊരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു ഡ്രസ് മെറ്റീരിയൽസ് ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളൊരു ബില്ല് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ അത് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ടിനെ കുറിച്ച് ഇതുപോലെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പർച്ചേസ് ബുക്കുകളുടെയും സെയിൽസ് ബുക്കുകളുടെയും ഒക്കെ പ്രിപ്പറേഷൻ. ഇത് അക്കൗണ്ടിങ്ങുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ഡെബിറ്റ് ക്രെഡിറ്റ് കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ആ ഡീറ്റെയിൽസ് എഴുതുന്നു, അതിന്റെ ടോട്ടൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഇതുപോലുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും ഡ്രോപ്പ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും